കൃഷിയിടങ്ങളിൽ ഗ്രോ ബാഗുകളുടെ കാലം കഴിഞ്ഞു. ഇനി ഇവരാണ് താരം, HDPE ചട്ടികൾ. HDPE ചട്ടികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഹായ് കൂട്ടുകാരെ, ദീദീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സാധനമായിട്ടാട്ടോ വന്നിക്കണേ. ഈ ചട്ടികളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ ചട്ടികൾ. അപ്പോൾ ഇതാണ് നമ്മുടെ HDPE ചട്ടി. സാധാരണ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളേക്കാൾ കൂടുതൽ ബലവും ഈടും ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇത് പരിസ്ഥിതി സൗഹൃദമാണെന്നാണ് പറയുന്നത്. 10 വർഷത്തെ വാറണ്ടി ഈ ചട്ടികൾക്ക് പറയുന്നുണ്ട്. 10 വർഷം വരെ ഇത് കേടുകൂടാതെ ഈട് നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൃഷിഭവൻ മുഖേന കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രോ ബാഗുകൾ വിതരണം ചെയ്യാറുണ്ട് സബ്സിഡി നിരക്കിൽ. ഇനി അതുണ്ടാകുകയില്ല. അതിനു പകരം ഇത്തരം ചട്ടികളാണ് ഇപ്പോൾ നൽകുന്നത്. പച്ചക്കറികൾ നടുന്നതിന് വളരെ അനുയോജ്യമായ ചട്ടികളാണ് HDPE ചട്ടികൾ. ഇവയുടെ രൂപകൽപ്പന തന്നെ ചെടികൾക്ക് അനുയോജ്യമായ തരത്തിലാണുള്ളത്. 2 ലെയറാണ് ഈ ചട്ടികൾക്ക്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പുറമെ ഒരു ലെയറുണ്ട്, മറ്റൊരു ലെയർ ഉള്ളിലുണ്ട്. ഇതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്, നല്ല കനത്തിലുള്ള സ്പേസ് ഉണ്ട്. അവിടെ കാലിയായിട്ടുള്ള സ്ഥലമാണ്, എയറാണ്. അതുകൊണ്ട് തന്നെ പുറമെയുള്ള ചൂട് ചെടികൾക്ക് ഏൽക്കുകയില്ല. അതുപോലെ നല്ല ബലവുമുണ്ട് ഈ ചട്ടികൾക്ക്. ഇനി ഗ്രോ ബാഗിന് പകരം ഈ ചട്ടികളിൽ നമുക്ക് ചെടികൾ നടാൻ സാധിക്കും. വില അല്പം കൂടുതലാണ്, പക്ഷേ നല്ല ഗുണമുള്ള ചട്ടികളാണ്. കൂടുതൽ കാലം ഈട് നിൽക്കും. അതുമാത്രമല്ല, നമുക്കിത് കൊണ്ടു നടക്കാനൊക്കെ, മണ്ണൊക്കെ കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ്. കാരണം ചട്ടികൾക്ക് കനമില്ല. അതുമാത്രമല്ല നല്ല ബലവുമുള്ളത് കൊണ്ട് എളുപ്പമാണ്. നമ്മൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ മണ്ണാക്കിയിട്ട് നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. കാരണം അതിന് വളരെ കനം കുറവാണ് ചട്ടികൾക്ക്. മാത്രമല്ല വെയിലുമായിട്ടൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ 1-2 വർഷം കൊണ്ടൊക്കെ അത് നശിച്ചു പോകും. പക്ഷേ നമ്മുടെ ഈ HDPE ചട്ടികൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് വളരെ നല്ല ചട്ടികളാണത്. ഞങ്ങൾ ചെടികൾ നടാൻ മണ്ണൊക്കെ നിറച്ചു വെച്ചിട്ടോ. മണ്ണ് നിറച്ച ചട്ടികൾ എടുക്കാൻ വളരെ ഈസിയാണ്. ഈ ചട്ടിക്ക് തീരെ കനമില്ല കേട്ടോ. എന്നാൽ നല്ല ഉറപ്പുമുണ്ട്, കാണാനും ഭംഗിയുണ്ട്. ഈ ചട്ടിയിൽ നട്ടാൽ കൃഷികളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ കൃഷി വിശേഷങ്ങളായി ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.